നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന വേദ നാളെ കോടതിയിലേക്ക് വരണ സമയത്ത് ശ്രീകാര്യ ശ്രീനിവാസൻ വേദയെ വിളിക്കുകയാണ്. അപ്പൊ ശ്രീകാര്യ ശ്രീനിവാസനെതിരെ ഒരു കേസുമായിട്ടാണ് വേദ അന്ന് കോടതിയിലേക്ക് വന്നിരിക്കുന്നത്. അന്നാണ് വിസ്താരങ്ങളൊക്കെ തുടങ്ങുന്നത്. തേറാട്ട് ശ്രീധരൻ കൊടുത്തൊരു കേസുണ്ട്. അങ്ങനെ വേദയെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വേദ നിന്നു. പിന്നീട് ശ്രീനിവാസൻ അങ്ങോട്ടേക്ക് വന്നിട്ട് വേദയോട് പറഞ്ഞു, വേദ നിന്നോട് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കേസിൽ നിന്ന് പിന്മാറണമെന്ന്. അറിയാലോ, വെറുതെ നാണം കെടാനായിട്ടാണ് നീ കേസ് ഏറ്റെടുത്തതെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും വേദ പറഞ്ഞു, അങ്ങനെ നാണം കെടുന്ന തന്നെ പൊരുതി നാണം കെടുക എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ ഒരു അന്തസ്സില്ലേ സാറേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശ്രീനിവാസൻ പറഞ്ഞു, നിനക്ക് എന്നെ നന്നായിട്ടറിയാലോ. ഒരു പക്ഷേങ്കിൽ വിക്രം എൻ്റെ ആളായതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ വെറുതെ വിടുന്നേ. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, എനിക്കറിയാം, എനിക്ക് കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് അറിയാമെന്ന് പറഞ്ഞു. എല്ലാം പഠിച്ചിട്ട് തന്നെ ഞാൻ സാറിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോണേന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, വേദേ നിനക്ക് എന്തായാലും ജയിക്കാൻ പറ്റില്ല. ഈ കേസ് രാമകൃഷ്ണൻ വക്കീലാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അയാൾ നല്ലവണ്ണം തന്നെ വാദിക്കും. നീ തോറ്റു പോകത്തുള്ളൂ. തോൽക്കാനുള്ള ഒരു കളിക്ക് നിൽക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഇത് കേട്ടതും വേദ പറഞ്ഞു, എൻ്റെ പ്രൊഫഷൻ ഇതായി പോയില്ലേ സാർ, അതുകൊണ്ട് ഇനി എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം ശ്രീനിവാസൻ പറഞ്ഞു, ആയിക്കോട്ടെ, നിന്നോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. പക്ഷെ ഇതുമായിട്ട് നീ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതത്ര നല്ലതല്ല. നിനക്ക് അറിയാലോ. പോരാത്തേന് ഇപ്പം നീ വിക്രമായിട്ട് പിരിഞ്ഞിരിക്കുന്ന സമയം കൂടെയാ. വേദ പറഞ്ഞു, അങ്ങനത്തെ ഭീഷണികളിലൊന്നും ഈ വേദ വീഴില്ലെന്ന് സാറ് അറിയണം. അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും വേദ ഒരിടത്തും വീണ് കൊടുക്കുന്ന ആളുമല്ലെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ശ്രീനിവാസൻ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ വിട്ടുകൊടുക്കാനായിട്ട് വേദ ഒരുക്കുമായിരുന്നില്ല. അയാളെപ്പോലുള്ള ഒരാൾ ഒരു കാരണവശാലും അധികാരത്തിൽ വരില്ല, ആ ഒരു ചിന്തയായിരുന്നു വേദയ്ക്കുണ്ടായിരുന്നത്. പിന്നീട് വേദ കോടതിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും വിക്രമൊക്കെ ശ്രീനിവാസൻ്റെ അടുത്തേക്ക് വന്നു. ശ്രീനിവാസൻ പറഞ്ഞു, അവളോട് ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി വിക്രം, പക്ഷേ അവൾ അടുക്കുന്ന ലക്ഷണം കാണുന്നില്ല. എന്നെ കോടതി കയറ്റി നേരെ ജയിലിലേക്ക് വിടണമെന്ന് അവളുടെ വിചാരം. അതൊക്കെ പക്ഷെ വെറുതെ അല്ലേ. പിന്നെ നിന്റെ മൊഴി പ്രധാനമായിട്ടൊരു കാര്യങ്ങളാ. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ സാറിന്? അതേ, സാറിൻ്റെ ഭാഗത്തല്ലേ ഞാൻ നിൽക്കത്തുള്ളൂ. വിക്രം നിന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രം. അല്ലായിരുന്നെങ്കിലോ അവൾ കോടതിയിൽ എത്താതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയായിരുന്നു. പക്ഷേങ്കിൽ ഞാനത് ചെയ്തില്ല എന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, സാറേ അവൾക്ക് എന്തായാലും ജയിക്കാൻ പറ്റില്ലെന്ന് സാറിന് അറിയാമല്ലോ. അതെ, രാമകൃഷ്ണൻ വക്കീലാണ് വാദിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവൾക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഈ കേസൊക്കെ എന്ത്? തേറാട് ശ്രീധരൻ ഇതിനു മുമ്പ് കുറെ പയറ്റിയിട്ടുണ്ട് എനിക്കെതിരെ. എന്നിട്ട് വല്ല കേസും ജയിച്ചോ? ഒരു കേസും ജയിച്ചില്ല. അയാൾ തോറ്റു പിന്മാറുമല്ലേ ചെയ്തേ. അയാളുടെ ഒറ്റയാൾ പോരാട്ടം എത്ര കാലം മുന്നോട്ട് പോകുന്ന ഓർത്തായിരുന്നേ. പക്ഷേങ്കിൽ അയാൾ കേസുമായിട്ട് വരത്തില്ലായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞല്ലേ അയാളെ കടത്തിക്കൊണ്ട് പോകുമായിരുന്നെങ്കിൽ. അത് കേട്ടതും വിക്രം പറഞ്ഞു, സാറേ അന്ന് അങ്ങനൊരു കാര്യം സംഭവിച്ചു പോയി. കാരണം അന്ന് ഞാൻ അയാളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സമയത്ത് വേദ എനിക്കറിയാമല്ല, നിന്റെ ഭാര്യയെ തന്ത്രപരമായിട്ടാണ് കളിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നീ ഓർത്തു വെച്ചോ വിക്രം, ഇങ്ങനെ അവൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എനിക്കും ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. വിക്രത്തിന് നല്ല ടെൻഷനായി. വേദയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നൊരു പേടി വിക്രത്തിൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ കോടതിയിലേക്ക് കയറി. കോടതി കൂടാൻ സമയമായി. തേറാട്ട് ശ്രീധരനെ വിളിപ്പിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കണം. അപ്പം ആ മാർക്കറ്റിലുണ്ടായ തല്ലിനെക്കുറിച്ചും കാര്യങ്ങളും തീപിടുത്തം കാര്യങ്ങളും എല്ലാം അതിനെക്കുറിച്ചെല്ലാം ചോദിക്കുന്നുണ്ട്. തേറാട്ട് ശ്രീധരൻ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ ശ്രീകാര്യ ശ്രീനിവാസനാണെന്നൊക്കെ. ഒടുവിൽ രാമകൃഷ്ണൻ വക്കീൽ തേറാട്ട് ശ്രീധരനെ വാദിക്കുന്നുണ്ട്. തേറാട്ട് ശ്രീധരനെ ഒന്ന് ഭയപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷെ അങ്ങനെയൊന്നും ശ്രീധരൻ ഭയക്കത്ത ആളല്ലായിരുന്നു. അതിനുശേഷം വേദയുടെ ഒഴിവായിരുന്നു. വേദ കയറി എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒന്ന് രണ്ട് സാക്ഷികളെയും കൂടെ വിസ്തരിക്കാമെന്നോട് പറയണം. ആദ്യം ശ്രീധരനെ ആയിരുന്നു വക്കീൽ വിസ്തരിച്ചിട്ടുണ്ടായിരിക്കുന്നത്. അതിനുശേഷം ശ്രീനിവാസനെ വേദ വിസ്തരിക്കുകയാണ്. പിന്നീട് വിളിപ്പിക്കുന്ന അതോടൊപ്പം തന്നെ വിക്രത്തെയും പിന്നെ പുളിക്കിനെയും വിളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കാണ്ടെന്ന് വേദ പറഞ്ഞു. അങ്ങനെ അവരെയൊക്കെ കയറ്റെടുത്ത് വിസ്തരിക്കുന്നുണ്ട്. കാരണം വേദയുടെ തന്ത്രമല്ലേ, പല വിധേയം വേദ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഒടുവിൽ വിക്രത്തിനൊക്കെ ഉത്തരം മുട്ടുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ കേസ് മറ്റൊരു ദിവസത്തേന് മാറ്റി വെക്കുവാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ കേസിനൊരു തീരുമാനം ഉണ്ടാവണമെന്നായിരുന്നു വേദയുടെ ആഗ്രഹം. കാരണം ഒരു കാരണവശാലും അയാൾ മത്സരിച്ച് ജയിക്കാണ്ട് പാടില്ല. അയാളുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ പറ്റുവാണെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ടാണ് വേദയ്ക്ക് തോന്നുന്നത്. അങ്ങനെ കോടതിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീധരൻ പറഞ്ഞു, എനിക്ക് ഇത്രയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല വേദയെക്കുറിച്ച്. പക്ഷെ ഇപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി. വേദയെ പോലെ ഒരു പെൺകുട്ടി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പലതും നടക്കുന്നു. കാരണം ശ്രീധരനെ വെള്ളം കുടിപ്പിക്കാനായിട്ട്, ശ്രീധരനെ അല്ല ശ്രീനിവാസനെ വെള്ളം കുടിപ്പിക്കാനായിട്ട് കഴിഞ്ഞു. കാരണം ശ്രീനിവാസന്റെ ഭാര്യ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവർക്കൊരു
ബിസിനസ് ശൃംഖല തന്നെയുണ്ട്. വേറെ പല കാര്യങ്ങളും ബിസിനസ് ശൃംഖല ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ വേദ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. അതിന് ശ്രീനിവാസന്റെ ഭാര്യ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെയാണ് പ്രധാനമായിട്ട് അത് നടത്തിക്കൊണ്ട് പോകുന്നത്. ഇപ്പം ഈ രാഷ്ട്രീയത്തിന്റെ മറവിൽ ആ നടത്തിക്കൊണ്ട് പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വേദയ്ക്ക് നല്ല അറിവുണ്ടായിരുന്നു. അപ്പം അതൊക്കെ വേദയ്ക്ക് അറിയാലോ. അങ്ങനെ പല കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ട് ശ്രീനിവാസനെ പൂട്ടാനായിട്ട് കുറച്ച് എളുപ്പമാണെന്നുള്ള കാര്യം വേദയ്ക്ക് അറിയായിരുന്നു. ഈ സമയത്ത് കോടതിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തോട് ശ്രീനിവാസൻ പറഞ്ഞു, അതെ നീ എൻ്റെ അടുത്തേക്കൊന്ന് വരണമെന്ന് പറയാണ്. എന്താ സാറേ, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ശ്രീനിവാസൻ അങ്ങോട്ട് പോയി. ഈ സമയം വേദ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ. വേദ നേരെ കോടതിയിൽ നിന്ന് വക്കീൽ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും വിക്രം വിളിച്ചു. വേദയെന്നും പറഞ്ഞ് വിളിക്കുകയാണ്. പിന്നീട് വേദയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വേദേ ഞാൻ നിന്നോട് അന്നേ പറഞ്ഞ ഈ കേസുമായിട്ട് മുന്നോട്ട് പോരാന്ന്. അത് ആപത്ത് ക്ഷണിച്ചു വരുത്തുന്ന പോലെയാ, നിനക്കറിയാലോ. ഓ ഇനിയിപ്പം എന്നെ നിങ്ങളുടെ ശ്രീനിവാസ് സാറ് തട്ടിക്കൊണ്ട് പോന്നോ അല്ല കൊല്ലുമെന്നായിരിക്കും അല്ലേ? അത് കേട്ട വിക്രം പറഞ്ഞു, അല്ല വേദ അത് പിന്നെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെയൊന്നും പേടിച്ച് പിന്മാറാനായിട്ട് ഈ വേദ ഒരുക്കുമല്ലാന്ന് പറഞ്ഞു. വേദയും വിട്ടുകൊടുക്കാനായിട്ട് ഒരുക്കുമായിരുന്നില്ല. വിക്രം പറഞ്ഞു, വേദ ഞാൻ കൂടുതലൊന്നും പറയണ്ട, എൻ്റെ ജോലിയാണ് ഞാൻ ചെയ്യുന്നേ. അതിനകത്ത് തടസ്സം പറഞ്ഞുകൊണ്ട് വിക്രം വരേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അതിന് നമ്മൾ തമ്മിൽ എന്താ ബന്ധമിരിക്കുന്നേ? അപ്പോഴേക്കും രാജേണ്ണൊക്കെ വന്നിട്ട് പറഞ്ഞു, വേദ നിന്നോട് ഞങ്ങൾക്കും കുറച്ച് സംസാരിക്കാണെന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. വിക്രവും ഞാനും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ചാണെങ്കിൽ എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. വിക്രത്തോട് ചോദിച്ചാൽ മതി കാര്യങ്ങളൊക്കെ. വിക്രത്തോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളോടും പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വേദ അങ്ങോട്ട് ഒഴിഞ്ഞു മാറുവാണ്. അത് കേട്ടപ്പോൾ രാജേണ്ണൊക്കെ തോന്നി വേദ പിടിതരാതെ പോകുകയെന്ന്. കാരണം ഒന്നും പറയാനായിട്ട് വേദ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം തേരാട് ശ്രീധരനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് തേരാട് ശ്രീധരൻ പറഞ്ഞു, അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്തവരാ. ഒരു പക്ഷേങ്കിൽ ഇനി ഇതിൻ്റെ പേരിൽ വേദയ്ക്ക് എന്തെങ്കിലും ആപത്ത് വരെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. വേദ പറഞ്ഞു, ആ ഒരു കാര്യത്തിലൊന്നും എനിക്കൊരു പേടിയില്ല സാറേ. അങ്ങനെ പേടിച്ച് പിന്മാറാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇതിൻ്റെ ബാക്കി എന്താണെന്ന് വെച്ചാൽ അതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചതെന്ന് പറഞ്ഞു. പിന്നീട് ചക്രമണി വക്കീലിൻ്റെ ഓഫീസിലേക്ക് വരുവാണ്. വക്കീലിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വക്കീൽ പറഞ്ഞ് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ, എന്താണെങ്കിലും വേദ ഒരു കാരണവശാലും പിന്മാറില്ലെന്ന് പറഞ്ഞു. ചക്രപാണി സാറും ഉണ്ടല്ലോ, അതുകൊണ്ട് ആ കാര്യത്തിൽ വേദയ്ക്ക് ഒരു പേടി ഉണ്ടായിരുന്നില്ല. പിന്നീട് വിക്രം വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് കമൽ പറഞ്ഞു, മോനെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് വിക്രത്തോട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് വേദയുമായിട്ട് നീ ഒന്നാവണം. ഇനി അധിക കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല, അറിയാലോ. നിന്റെ വിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. കാരണം വേദ പോയതിന് ശേഷം വിക്രത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. വിക്രം നേരെ ചൊവ്വേ ആഹാരം പോലും കഴിക്കുന്നില്ല. പഴയ സംസാരം കാര്യങ്ങളൊന്നും ഇല്ല. ഈ സമയത്താണ് ശ്രീജ അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രീജയും വിക്രത്തെ ഉപദേശിക്കുന്നുണ്ട്, വേണമെങ്കിൽ ഞങ്ങളും കൂടെ ഒന്ന് വേദയെ പോയി കാണാം, സംസാരിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ വിക്രം പറഞ്ഞു, വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ പോയതുകൊണ്ടൊന്നും അവൾ വരുമെന്ന് തോന്നില്ല. അവൾക്ക് വ്യക്തമായ തീരുമാനമുണ്ട്. പിന്നെ അച്ഛനോട് അവൾ പറയാതെ തന്നെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അവൾ എന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല ഇങ്ങോട്ടേക്ക് വരാതിരിക്കുന്നത്. അതല്ലാതെ അവളുടെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതാ അവൾ ഇങ്ങോട്ടേക്ക് വരാതിരിക്കുന്നത്. നിങ്ങൾ ആരും പേടിക്കണ്ട. ഒരുപക്ഷെ അവൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകാൻ പറ്റില്ല. ഈ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ, അവൾ എൻ്റെ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം കൊണ്ട് കയറിപ്പോയി. ശ്രീജ പറഞ്ഞു, ചിലപ്പോൾ ശരിയായിരിക്കും. ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധം ഈ ഇലക്ഷനോട് കൂടി അവസാനിപ്പിക്കുന്നല്ല വിക്രം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അമ്മ പേടിക്കണ്ട, നമുക്ക് നോക്കാമെന്നൊക്കെ പറയാണ്. അതേസമയം ശ്രീകാന്ത് ചില തീരുമാനങ്ങൾ എടുത്തു. ഇനിയിപ്പോൾ അധികം ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല. വാസാന്റെ മോനിട്ടൊരു പണി കൊടുക്കണം. വരുണിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. 2 ശത്രുക്കളെ ഒരേ സമയത്ത് തന്നെ നിഗ്രഹിക്കണം. പിന്നീട് ചന്ദ്രശേഖരന്റെ കാര്യങ്ങളൊക്കെ പറയണം. ഇനിയിപ്പം നമുക്ക് നമ്മുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. ഇലക്ഷനും കാര്യങ്ങളൊക്കെ അല്ലേ, ഈ സമയത്ത് കത്തി കയറണം. വരുണിന്റെ മരണം അത് നമ്മളെ വിക്രത്തിന്റെ തലയിലേക്ക് കെട്ടിവെച്ചാൽ ഉറപ്പായിട്ടും ചില കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താനായിട്ട് പറ്റും. ഈ പറയുന്ന വരുണിനെയും തീർക്കാം, വിക്രത്തിന്റെ ശല്യം തീർക്കാമല്ലോ. അപ്പോൾ അവർ നേരത്തെ അതിന് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രശേഖരൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനി അധികം വൈകിക്കേണ്ട, തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു കാരണവശാലും നമ്മളായതിൻ്റെ പിന്നിൽ നിന്ന് ആരും അറിയാൻ പാടില്ല. പിന്നെ വേദയ്ക്ക് ഒരു കാരണവശാലും ഒരു സംശയം തോന്നാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അവൾ എന്തൊക്കെയോ മനസ്സിൽ വെച്ച് പെരുമാറുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അവൾ എന്തൊക്കെയോ മനസ്സിൽ കരുതിയിട്ടുണ്ട്. അവൾ നമുക്കിട്ട് പണി തരാനാണോ ഇങ്ങനെ പമ്മി ഇരിക്കണേന്ന് സംശയമുണ്ട്. അത് കേട്ടപ്പോൾ ചന്ദ്രശേഖരൻ പറഞ്ഞു, അവൾ നമുക്കിട്ട് പണി തരുന്നതിന് മുമ്പ് നമ്മൾ അവൾക്കിട്ട് തിരിച്ചടിക്കണം. അതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുക. പക്ഷെ വേദ ആരാ മുതല് വേദ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ശ്രീകാന്തിനിട്ടും കൂടെ പണി കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ വേദയുടെ പേരിലുള്ള ആ കമ്പനി വീടും ഒക്കെ. അങ്ങനെയാണെങ്കിൽ തനിക്ക് പലതും ചെയ്യാൻ കഴിയും എന്ന് വേദയ്ക്ക്
അറിയായിരുന്നു. അതിന് വേണ്ടുന്ന തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ വേദ എടുക്കണം. വെറുതെ വിട്ടുകൊടുക്കാണ്ട് വേദ ഒരുക്കുമായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.